ആഡിയ സ്കീമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞതിൽ നിന്ന് പുതുതായിട്ടൊന്നും ഇതിലില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, തേർഡ് ഫേസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ ക്ലിയർ ആക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ അന്ന് അതത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മേ ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻസും റിക്വസ്റ്റും ഒക്കെ ചെന്നതുകൊണ്ടായിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിജ്ഞാപനം എൻട്രൻസ് കമ്മീഷൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞേക്കുന്നത്, എല്ലാവരും ഇനിയൊരു പുതിയ കോളേജോ പുതിയൊരു കോഴ്സോ കീമിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ ഫാർമസി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും പുതിയ ഓപ്ഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. എല്ലാവരും, കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം എന്നുള്ളതാണ്. അതായത് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും കൂടി ഈ ഫേസിൽ കീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. അതായത് കീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ എനിക്ക് പേഴ്സണലി ചെറുതായിട്ടെങ്കിലും വിയോജിപ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് വീണ്ടും കൊടുക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഇതുവരെ കിട്ടാത്തവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നൊരു ഇതുണ്ട്. പക്ഷേ ഇതിനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതും നമ്മൾ തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് പേരാണെങ്കിലും അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ കുറേ പേരാണെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫീസ് വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ സീറ്റുകൾ ഇട്ടിട്ട് പോയാൽ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട്, 10,000 മുതൽ ലക്ഷങ്ങൾ വരെ നമ്മൾ ആ സീറ്റിന് അവിടെ നിന്ന് ഇട്ടിട്ട് പോരുമ്പോൾ കൊടുക്കണം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ഈ ഒരു ഫീസ് അങ്ങനെ നമ്മൾ സീറ്റ് ഇട്ടിട്ട് പോരാതിരിക്കാൻ വേണ്ടിയാണ് ഈ 2,000 രൂപ പറയുന്നത്, എല്ലാവരും കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന പോലെ സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റാത്തതാണ്. ഒരു 2,000 രൂപ ഉണ്ടാക്കണ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്നവർക്ക് അത് മനസ്സിലാവും. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. പക്ഷേ എനിവേ ഇങ്ങനൊരു തീരുമാനം ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ജെനുവിനാണ്. കാരണം കുറേ പേര് ഈ സീറ്റ് കിട്ടാതെയൊക്കെ പോകുമ്പോഴേ വെറുതെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത്, മുൻ വർഷങ്ങളിൽ പോലെ ഓപ്ഷൻ കൺഫർമേഷൻ മാത്രം നടത്തിയാൽ പോരാ, നിങ്ങൾ ഓപ്ഷൻസും നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ആർക്കിടെക്ചർ കോഴ്സിൻ്റെ സെക്കൻഡ് ഫേസ് ആയതുകൊണ്ട് അവർക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്ഷൻ ഈ ഘട്ടത്തിൽ പരിഗണിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ ആവശ്യമായ കോളേജുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. ഇവർക്ക് ഓപ്ഷൻ അതായത് ഫീസില്ല, ആർക്കിടെക്ചറിന് ഫീസില്ല, അവരുടെ സെക്കൻഡ് ഫേസ് ആണല്ലോ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട വിധം ഇതൊക്കെ അന്ന് ക്ലിയർ ആക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നിങ്ങളെല്ലാം അവർ അറിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നിങ്ങളത് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ഫീസ് അടച്ചിട്ട് ആണ് പ്രൊസീഡ് അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആർക്കിടെക്ചർക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല, അവർ ഫുൾ പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി കുട്ടികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ കൺഫർമേഷൻ പേജ് കാണിക്കും. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണിക്കും. ഓപ്ഷൻസ് നമ്മൾ ആദ്യം വെച്ച പോലെ കുറേ ലിസ്റ്റ് കാണുണ്ടാവും. അതങ്ങനെ തന്നെ എടുത്ത് വെക്കുകയില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇടത് ഭാഗത്ത് നിന്ന് എടുത്ത് വലത് ഭാഗത്തേക്ക് ആഡാക്കി വെക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കണം കോഴ്സും കോളേജും വെക്കുക. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ പോകില്ല എന്നുള്ളത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കോളേജോ കോഴ്സോ അതിൽ ആഡ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ നിങ്ങളുടെ 2,000 രൂപ പോകും. എന്നിട്ട് കിട്ടിയിട്ട് പോയില്ലെങ്കിൽ പിന്നെ വെറുതെ ഇഷ്ടപ്പെട്ടെടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ റാങ്ക് ഇല്ല എങ്കിൽ, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് റാങ്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഇങ്ങനെയുള്ള കോളേജുകൾ പക്ഷേ പോകുമെന്ന് ഉറപ്പുണ്ടാവണം കേട്ടോ. അങ്ങനെയുള്ള കോളേജ് മാത്രം വച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ അതിൻ്റെ ലിസ്റ്റ് സേവ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതിൻ്റെ ലിസ്റ്റ്, ആ ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം. അത് നമുക്ക് എവിടെ അയച്ചു കൊടുക്കാനൊന്നും വേണ്ടിയിട്ടല്ല, നമുക്ക് ഇനി ഫ്യൂച്ചർ റെഫറൻസിന് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു കോളേജോ കോഴ്സോ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയ ആ ഒരു കോളേജും കോഴ്സും റദ്ദായി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഫേസിൽ കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിർബന്ധമായിട്ടും ചേരേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുകയാണ്, ഇപ്പോൾ കിട്ടിയേക്കുന്ന കോളേജിനെക്കാട്ടി നല്ല കോളേജായിരിക്കണം നിങ്ങൾ ഈ തേർഡ് ഫേസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോളേജ് എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജും കോഴ്സും ആയിരിക്കണം ഈ തേർഡ് ഫേസിലെ ഓപ്ഷൻസിൽ വെക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഒരു അവസരം ഉണ്ടാക്കരുത് എനിക്ക് സെക്കൻഡ് കിട്ടിയ കോളേജ് മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്തേക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചോയ്സ് ഇപ്പോഴത്തെക്കാട്ടിയും നിങ്ങൾക്ക് ബെറ്ററാണെന്ന് തോന്നുന്ന കോളേജുകളായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്, നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി മെഡിക്കൽ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്.
എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചറാണ്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജോ കോഴ്സോ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഓപ്ഷൻസ് വെച്ച് കൊടുത്തിട്ട് ഒരു അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗോ ഫാർമസിയോ ആർക്കിടെക്ചറോ ഏതാണോ ആ ഒരു സീറ്റ് കിട്ടിയേക്കുന്നത് അത് ക്യാൻസലായി പോകുമെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ആ ഒരു സീറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രവേശനം നേടേണ്ടതായിട്ട് വരും കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.